നമസ്കാരം. ഭഗവാന്റെ ഈ സന്ദേശത്തിൽ അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നാണ് കാണുവാനായി സാധിക്കുന്നത്. ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതായ ആ സന്ദേശം ഇപ്രകാരമാണ്. ഏവരും ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയുടെ നാമം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതവുമായി മാച്ചായി വരുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഇതിൽ നിന്നും പോസിറ്റീവായി എടുക്കുക. അല്ലാത്തതായ കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി നിങ്ങൾക്ക് നൽകുന്നതായ ആ പ്രധാനപ്പെട്ട സന്ദേശം എന്താണ് എന്ന് നോക്കാം. നിങ്ങൾക്ക് പോസിറ്റീവായ ചില കാര്യങ്ങൾ, പോസിറ്റീവായ ചിന്തകളോ പോസിറ്റീവായിട്ടുള്ള ചില മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനായി പോകുന്നു എന്ന സന്ദേശമാണ് നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി നിങ്ങൾക്ക് നൽകുന്നത്. പോസിറ്റീവായ ഊർജം നിങ്ങളിൽ വന്ന് നിറയുന്നതായ സാഹചര്യത്തിൽ അപ്രതീക്ഷിതമായ പല മാറ്റങ്ങളും അപ്രതീക്ഷിതമായ കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്ന് ചേരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ അനുഭവിക്കുന്നതായ സങ്കടങ്ങളിൽ നിന്നും മുന്നേറി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാണ് കാണുവാനായി സാധിക്കുന്നത്. നിങ്ങൾ ഏതൊരു കാര്യത്തിന് വേണ്ടിയാണോ വളരെയധികം പ്രാർത്ഥിക്കുന്നത്, ഏതൊരു കാര്യം സംഭവിക്കാനാണോ അത്രമേൽ പ്രതീക്ഷ അർപ്പിക്കുന്നത്, ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ജീവിതത്തിലേക്ക് കടന്നു വരുന്നു, അഥവാ ആ കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ സഫലമാകും എന്ന എനർജിയാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത്. ദൈവാനുഗ്രഹം നിങ്ങൾക്ക് വളരെയധികം നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതായ ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് അനുകൂലമോ അഥവാ വിജയകരമായ കാര്യങ്ങളോ സംഭവിക്കാവുന്നതാണ്. നിങ്ങളുമായി പിണങ്ങി നിൽക്കുന്നവരുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ തള്ളിപ്പറഞ്ഞ് പോയവരുണ്ട് എങ്കിൽ അവർക്ക് അത്തരം ചില കാര്യങ്ങളിൽ ബോധോദയം ഉണ്ടാകും. ചില തിരിച്ചറിവുകൾ അവർക്ക് വന്നു ചേരും എന്ന സന്ദേശം തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. അതിൻ്റെ പരിണിത ഫലമായി അവർ നിങ്ങളെ തേടിയെത്തും എന്നാണ് കാണുവാനായി സാധിക്കുന്നത്. അഥവാ അത്തരത്തിലുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. സാമ്പത്തികപരമായ കാര്യങ്ങൾ, നിങ്ങൾക്ക് അല്പം അനിവാര്യമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില നേട്ടങ്ങളോ അപ്രതീക്ഷിതമായി തന്നെ അത്തരം സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടുന്ന വ്യക്തികൾക്ക് ചില മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ്. ചില ധനപരമായ പ്രയാസങ്ങൾ നിങ്ങൾക്കുണ്ട് എന്നത് വാസ്തവമാണ്. അതിൽ നിന്നും ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്നതാണ്. പല കാര്യങ്ങളിലും നിങ്ങൾ പ്രതീക്ഷ വച്ച് പുലർത്തുന്നവരാണ്. അല്ലെങ്കിൽ പ്രതീക്ഷയോടെ ചില കാര്യങ്ങൾ പ്രവർത്തിച്ചിട്ടും അത് നിങ്ങൾക്ക് അനുകൂലമായി തീരാത്തതായ സാഹചര്യം അല്ലെങ്കിൽ പരാജയങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. ധനലാഭത്തിനായുള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടുള്ളതായ കാര്യങ്ങൾ അത് നിങ്ങൾക്ക് തിരിച്ചടിയാവുകയോ അല്ലെങ്കിൽ പരാജയങ്ങളിലേക്കാണ് നിങ്ങളെ നയിച്ചിട്ടുള്ളത് എന്നാണ് കാണുവാനായി സാധിക്കുന്നത്. സാമ്പത്തികപരമായ ഒരു പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. ഏറ്റവും അധികം പോസിറ്റീവായ ഊർജം നിങ്ങളിലേക്ക് പ്രവേശിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നും കാണുന്നു. വളരെ പോസിറ്റീവായ ഒരു സന്ദേശമാണ് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നത് എന്നുള്ളതാണ്. നിങ്ങളിൽ പല വ്യക്തികളും പണവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായ സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. പണം ചെലവാക്കുന്നതായ സാഹചര്യം, കൂടുതലായി ചെലവാക്കുന്നതായ സാഹചര്യം ചിലർക്കെങ്കിലും ഉണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. പല മാർഗങ്ങളിൽ കൂടിയും പണം നിങ്ങളിൽ വന്ന് ചേർന്നിട്ടുണ്ടാകാം. എന്നാൽ നിങ്ങളിൽ പലർക്കും ചെലവുകൾ മൂലം സമ്പാദിക്കാൻ സാധിക്കാത്തതായ അവസ്ഥ അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യം നിങ്ങളിൽ രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ അത്തരത്തിൽ പണം സമ്പാദിക്കണം എന്നൊരു ചിന്ത നിങ്ങളിലേക്ക് വന്ന് തുടങ്ങുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു.
അതിനാൽ അമിതമായ ചെലവുകൾ അല്ലെങ്കിൽ ഇപ്പോൾ അനുഭവിക്കുന്നതായ അത്തരം ചില ചെലവുകൾ കുറയ്ക്കണം എന്ന ചിന്ത നിങ്ങളിലേക്ക് വന്ന് ചേർന്നിട്ടുണ്ട് എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാകുന്നു. നിങ്ങളിൽ പല വ്യക്തികളും പല രീതിയിലും ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നു, അല്ലെങ്കിൽ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ടും ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നതായ സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ശത്രുതയുള്ള ഒന്നിൽ കൂടുതൽ ആളുകൾ ചേർന്ന് നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നതായ ഒരു സാഹചര്യം ഉണ്ടാകാം എന്നും കാണുന്നു. അതേപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തികളിൽ നിന്നും ചില വിഷമകരമായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു. ഒരു സ്നേഹമോ പരിഗണനയോ ലഭിക്കാത്തതിലുള്ള വിഷമവും ഒറ്റപ്പെടലുമാകാം നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളത് എന്നും നിങ്ങളിൽ പലരിലും ഉള്ളത് എന്ന് കാണുവാനായി സാധിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നു എന്ന് കാണുവാനായി സാധിക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി നൽകുന്നതായ പ്രധാനപ്പെട്ട സന്ദേശം മുൻപ് പറഞ്ഞതുപോലെ തന്നെ പോസിറ്റീവായുള്ള കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും അത്തരം ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് പ്രവേശിക്കാനായി പോകുന്നു എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളത് അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ പോലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതായ ഒരു സാഹചര്യമുണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു. നിങ്ങൾക്ക് പല വിധത്തിലും ന്യായം ലഭിക്കാനായി പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഒറ്റപ്പെടലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിൽ നിന്നും പുറത്ത് കടക്കുവാനുള്ള അവസരങ്ങളാണ് കടന്നു വരിക എന്നും കാണുവാനായി സാധിക്കുന്നു. നിങ്ങളിൽ പലരും മറ്റൊരു വ്യക്തിയുടെ അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളുടെ നിയന്ത്രണത്തിലാണ് എന്നും കാണുവാനായി സാധിക്കുന്നു. പലപ്പോഴും നിങ്ങൾക്ക് സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കുന്നില്ല, പല അവസരങ്ങളിലും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അവരവരുടെ താല്പര്യങ്ങൾക്കും, അതായത് ആ വ്യക്തിയുടെ താല്പര്യങ്ങൾക്കും തീരുമാനങ്ങൾക്കും അനുസരിച്ചാകാം നിങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത് എന്നാണ് കാണുവാനായി സാധിക്കുന്നത്. ഇവിടെ അവരെ എതിർത്തുകൊണ്ട് ഒരു സ്വാതന്ത്ര്യമല്ല, മറിച്ച് അനുവാദത്തോടെ തന്നെ ഒറ്റയ്ക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുവാനും പറയുവാനും തീരുമാനങ്ങൾ എടുക്കുവാനും അതേപോലെ തന്നെ ഒറ്റയ്ക്ക് തന്നെ യാത്ര ചെയ്യുവാനുമുള്ള ഒരു സ്വാതന്ത്ര്യമാണ് നിങ്ങളിലേക്ക് കടന്നു വരാനായി പോകുന്നത്. അത്തരം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾക്ക് ലഭിക്കേണ്ടതും എന്നാൽ ലഭിക്കാതിരിക്കുന്നതുമായ ചില ഇത്തരം കാര്യങ്ങൾ അത് നിങ്ങളിലേക്ക് അനുകൂലമായി വന്ന് ഭവിക്കും എന്നാണ് കാണുവാനായി സാധിക്കുന്നത്. ഭാഗ്യം, ഈശ്വര കടാക്ഷമെല്ലാം വർദ്ധിച്ച് വരുന്നതായ സാഹചര്യമാണ് ഉള്ളത് എന്നും കാണുവാനായി സാധിക്കുന്നു. അപ്പോൾ തീർച്ചയായും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ശുഭസൂചനകൾ, ശുഭവാർത്തകളൊക്കെ നിങ്ങളിലേക്ക് കടന്നു വരും എന്നും കാണുവാനായി സാധിക്കുന്നു. ഈശ്വര കടാക്ഷം അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയുടെ അനുഗ്രഹം നിങ്ങളിലേക്ക് വന്ന് ചേരുന്ന പല സന്ദർഭങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഇത്തരത്തിൽ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതായ ആ കാര്യങ്ങൾ നിങ്ങൾ ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തേണ്ടതും അനിവാര്യമാണ് എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാകുന്നു. പലപ്പോഴും പല കാര്യങ്ങളിലും നിങ്ങൾ നേരിടുന്നതായ പ്രശ്നം തോൽവി തന്നെയാണ്, അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വന്ന് ചേരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും വ്യക്തത കൈവരിക്കുവാൻ സാധിക്കുകയും അത് നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായ ഫലങ്ങൾ നൽകും എന്നാണ് കാണുവാനായി സാധിക്കുന്നത്. പല തെറ്റിദ്ധാരണകളും നിലനിൽക്കുന്നുണ്ട് എങ്കിലും അതെല്ലാം നിങ്ങൾക്ക് തരണം ചെയ്ത് ശരിയായിട്ടുള്ള ധാരണ നിങ്ങളിലേക്ക് കൊണ്ടുവരുവാനും നിങ്ങൾക്ക് മുന്നോട്ട് തന്നെ പോകുവാനും സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നു. നിങ്ങൾക്കൊപ്പമുള്ള ചില വ്യക്തികൾ അവർ നിങ്ങളുടെ ഉയർച്ച ആഗ്രഹിക്കുന്നവരോ അല്ലെങ്കിൽ ആത്മാർത്ഥമായി ഒപ്പം നിൽക്കുന്നവരോ ആകാം. അത്തരം ചില വ്യക്തികളെ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നു എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയിൽ അടിയുറച്ച് വിശ്വസിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു. ഈ സമയം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാവുന്നതാണ്.
നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയുടെ സന്ദേശം ഇപ്രകാരമാകുന്നു.